കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ നടൻ ജയസൂര്യയുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. നടൻ ജയസൂര്യയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ സ്ത്രീ വിഷയങ്ങളും തന്നെയാണ് എന്നറിയാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സുനിൽ പരമേശ്വരൻ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ജ്യോതിഷപരമായി തന്നെയുള്ള പല കാര്യങ്ങളും ജയസൂര്യയുടെ വീട്ടിൽ ശരിയല്ല എന്ന് പറയുന്നത്. ഒരിക്കൽ താൻ ജയസൂര്യയുടെ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ വളരെയധികം പഴക്കമുള്ള, ശരിക്കു പറഞ്ഞാൽ 200 വർഷത്തിന് മുൻപ് പഴക്കമുള്ള ഒരു വാതിൽ കണ്ടു. ആ വാതിൽ ആ ജയസൂര്യയുടെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ട് എൻ്റെ കൂടെ വന്ന സംവിധായകനോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ജയസൂര്യയുടെ പേരിൽ സ്ത്രീകളുടെ പേരിലുള്ള ചെറിയ പ്രശ്നങ്ങളും സ്ത്രീകൾ കാരണം അപഖ്യാതി ഉണ്ടാവുകയും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും കർമ്മസ്ഥാനത്ത് ബന്ധനമുണ്ടാവുകയും മാറ്റി നിർത്തുകയും വരെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ആ വാതിലിൽ കാണപ്പെട്ട ചില ചിത്രങ്ങളും അതിലെ ഒരു പ്രധാന മണി പോലെയുള്ള ഒരു സാധനവും തന്നെയാണ്. ഇതാണ് ഇപ്പോൾ സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ, സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിട്ടുള്ള സുനിൽ പരമേശ്വരൻ പറയുന്നത്. ഞാൻ ആ സംവിധായകനോട് ഇതെല്ലാം സംഭവിക്കുന്നതിന് വളരെ മുൻപേ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അത്രയും വർഷം പഴക്കമുള്ള ഒരു വാതിലായതുകൊണ്ട് തന്നെ ആ വാതിലിലൂടെ പല ആത്മാക്കൾ പറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗറ്റീവ് എനർജി അവിടെയുണ്ട്. മഹാമാന്ത്രികന്മാരോ ആരോ ഉപയോഗിച്ചിരുന്ന വാതിലാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം നെഗറ്റീവ് എനർജി അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടാവുക. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വാർത്ത വൈറലാവുകയാണ്. അന്ന് എന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെ തന്നെ നിൽക്കുന്നവരുമുണ്ട്. ജയസൂര്യയുടെ വീട്ടിൽ അത്തരമൊരു വാതിലുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നാൽ ആ വാതിൽ ഉടനടി മാറ്റുകയും ചെയ്യണം. പ്രേതത്തിൻ്റെയോ ഭൂതത്തിൻ്റെയോ വിശ്വാസമല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നെഗറ്റീവ് എനർജി. അത് വളരെയധികം സത്യമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കേണ്ടതും അതുതന്നെയാണ്. നമ്മൾ പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും നെഗറ്റീവ് എനർജിയെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും വിശ്വസിക്കണം. അങ്ങനൊരു നെഗറ്റീവ് എനർജി, ഒരു സോൾ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവവിശ്വാസം ഇല്ലാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ ഒരു കൈൻഡ് ഓഫ് എനർജി അത് എല്ലായിടത്തുമുണ്ട്. അത് ഈ ഭൂമിയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. ചില വസ്തുക്കളിൽ അതിൻ്റെ നെഗറ്റീവ് എനർജി നന്നായി പ്രതിഫലിക്കും. അതാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള സാധനങ്ങൾ. ചിലപ്പോൾ ആ വാതിലായിരിക്കില്ല, ചിലപ്പോൾ ആ വാതിലായിരിക്കാം. എന്ത് തന്നെയാണെന്നും അറിയില്ല. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.